ഹായ് നമസ്കാരം. അക്ബർ ട്രാവൽസിന്റെ കുവൈറ്റ് ഷോവുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. മനോഹരമായ ഒരു ഓണസദ്യയൊക്കെ കഴിച്ചിട്ടാണ് നിങ്ങൾ കുവൈറ്റിൽ എത്തിച്ചേരുന്നത്. കുവൈറ്റിലെ അബ്ബാസിയ എന്ന ഇന്ത്യൻ സ്കൂളിലായിരുന്നു പ്രോഗ്രാം. മലയാളികൾ തിങ്ങിപ്പറക്കുന്ന പേരാണ് അബ്ബാസിയ എന്ന സ്ഥലം. ധാരാളം കലാസ്വാദകരുള്ള വേദിയാണ്. വളരെ സന്തോഷം നൽകി. അതുപോലെ ഓണത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു യാത്രയായതുകൊണ്ട് വളരെ മനോഹരമായൊരു ഓണസദ്യയിലൊക്കെ എനിക്ക് പങ്കുകൊള്ളാൻ കഴിഞ്ഞു. റാഫി ഷാഫി മക്കാത്തി അവരുടെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് ഓണസദ്യ വളരെ കൃത്യമായ അനുഭവമായിരുന്നു. നല്ല മനോഹരമായൊരു സദ്യ ലഭിക്കുകയുണ്ടായി. പിന്നെ പ്രോഗ്രാം കേട്ട് 2 ദിവസം താമസിച്ചതും റാഫി ഷാഫി മക്കാത്തി അവരുടെ വീട്ടിലായിരുന്നു. വൈകുന്നേരമായി കഴിഞ്ഞാൽ അവിടെ മനോഹരമായ മെഹഫിലുകൾ ഒക്കെ ഉണ്ടാവാറുണ്ട്. പാട്ട് ആസ്വദിക്കുന്ന ഒരുപാട് ആളുകൾ അവിടെ എത്തിച്ചേരും. രാത്രി കാലങ്ങളായി കഴിഞ്ഞാൽ ഒരുപാട് നല്ല കഴിവുള്ള കലാകാരന്മാർ ഉള്ള സ്ഥലമാണ് അബ്ബാസിയ എന്ന ഈ സ്ഥലം. വളരെ കൃത്യമായി തോന്നി. നമ്മളൊരു പൂച്ചക്കുട്ടി വല്ലാതെ നമ്മളെ ചുറ്റിപ്പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു പൂച്ചക്കുട്ടി റഫിയുടെ വീട്ടിലുള്ള ഒരു പൂച്ചയാണത്. റഫി കുവൈത്ത് റാഫി എന്നാണ് അറിയപ്പെടുന്നത്. റാഫിയുടെ പാട്ടൊക്കെ വളരെ മനോഹരമായി പാടുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകൾ കേൾക്കാൻ കഴിഞ്ഞു. റാഫി കിഷോർ പാട്ടുകൾ വളരെ മനോഹരമായി ആലപിക്കുന്ന വ്യക്തിയാണ് റാഫി. ഷാഫി മക്കാത്തി മ്യൂസിക് ഡയറക്ടറാണ്. ഇപ്പോഴും അദ്ദേഹം മനോഹരമായ പാട്ടുകളൊക്കെ നമുക്ക് സമ്മാനിക്കേണ്ട. ഇതൊക്കെയാണ് അവിടുത്തെ വീക്കെൻഡിലെ വളരെ മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ. ഒരിക്കലും മറക്കാൻ പറ്റില്ല. എല്ലാവരും ആസ്വദിച്ച് എൻജോയ് ചെയ്ത് ഭക്ഷണം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിയും. റാഫി അതിമനോഹരമായിട്ട് ഓരോ പാട്ടുകൾ ഇങ്ങനെ സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് പാട്ട് അനായാസന പാട്ടുണ്ട്. അതെല്ലാം എല്ലാ പാട്ടുകളും അദ്ദേഹത്തിന് ബൈ ഹാർട്ടാണ്. അതാണ് ഏറ്റവും വലിയ രസം. വൈകുന്നേരങ്ങളിൽ അദ്ദേഹത്തിന്റെ കൂടെ ഒന്ന് കറങ്ങാൻ പോയി. അപ്പോഴും അദ്ദേഹത്തിന് മനോഹരമായ പാട്ടുകൾ കേൾക്കാം. അങ്ങനെ അദ്ദേഹത്തിന് ഈ ബേർഡ്സ് സപ്ലൈസ്, അപ്പം അതിൻ്റെ ഒരു മാർക്കറ്റിലേക്ക് എന്നെ കൊണ്ടുപോയത്. അവിടെ മനോഹരമായ കുറെ പക്ഷികളെ കണ്ടു. അതില് നമ്മൾ കാണാത്ത ഒരുപാട് പക്ഷികളെ കാണാൻ കഴിഞ്ഞു. കാക്ക വരെ കാക്കയെ വരെ വിൽപ്പനയ്ക്ക് വെച്ചുള്ള ഒരു മാർക്കറ്റാണ് അത്. നല്ലൊരു അനുഭവമായിരുന്നത്. എന്നെ ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല. സിംബാണത്. പുതിയൊരാളെ കണ്ടോണ്ട് ആളിങ്ങനെ എൻ്റെ മേത്തിങ്ങനെ കുറച്ച് ചാടിക്കൊണ്ടിരിക്കുന്നു. തലക്കുമെല്ലാം തൊട്ടോ. ഞങ്ങളിങ്ങനെ മാർക്കറ്റിലെത്തി, ബേർഡ്സിന്റെ മാർക്കറ്റിലെത്തി. ചില പക്ഷികളൊക്കെ കയ്യിൽ കയറിയിരിക്കുന്നുണ്ട്. മനോഹരമായ ഒരു അനുഭവമായിരുന്നു അത്. വിലയേറിയ പക്ഷികൾ, തത്തകൾ, കിളികൾ ഒക്കെ ധാരാളമുള്ളൊരു മാർക്കറ്റ്. അവിടെ കാക്കയെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. അതാ കാക്കയും ആൾക്കാർ വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട്. ഈ പക്ഷിയാണ് അടുത്തൊരു ഹൈലൈറ്റ്. കയ്യിലും ഈസിയായിട്ട് കയറിയിരിക്കും. അത് ഫ്രണ്ട്ലിയാണത്. ഞങ്ങളുടെ സൗണ്ട് ചെക്കിംഗ് ആണ് അന്നത്തെ പ്രോഗ്രാമിന്റെ സൗണ്ട് ചെക്കിങ് കാര്യങ്ങളൊക്കെ. വളരെ വലിയ ഇവന്റ്, മനോഹരമായ ഒരു പ്രോഗ്രാമിന്റെ സൗണ്ട് ചെക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ.
അങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മൊമെന്റ്സ് ആണത്. തിങ്ങിറങ്ങിയ ഓഡിയൻസ് ആയിരുന്നു. റഫിയുടെ പാട്ടുകൾക്ക് നല്ല ആരാധകരുണ്ട്. അങ്ങനെ റഫിയുടെ 2-3 പാട്ട് എനിക്ക് പാടാനുള്ള ഒരു അവസരം അവിടെ ലഭിക്കുകയുണ്ടായി. നല്ല ആസ്വാദകരായിരുന്നു, എൻജോയ് ചെയ്തു.